ഹായ് ഗൈസ്, നമ്മൾ വീണ്ടും ഒരു റിയാക്ഷൻ വീഡിയോക്ക് വേണ്ടി വന്നതാണ്. തേബ് സ്റ്റുഡിയോയിൽ വീണ്ടും നമ്മളൊരു റിയാക്ഷനും കൂടി. നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ആദ്യമേ പറയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓരോ റിയാക്ഷനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഉണ്ടാവും, ഇൻഫ്ലുവൻസ് ചെയ്യാത്തതും ഉണ്ടാവും. അപ്പോൾ ചില അലിഗേഷൻസ് നമ്മൾ വെറും വീഡിയോ മാത്രമായി, ക്ലിപ്സ് മാത്രമായി കാണാതെ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചും നമ്മൾ പറയുന്നുണ്ട് എന്നത് അത് ചർച്ചയാകുകയാണ്, അതിൻ്റെ വിഷയമാകുകയാണ്. ആ വിഷയം നമ്മളിലേക്ക് കണ്ടന്റ് ചെയ്യുമ്പോൾ, അത് നമ്മളിലേക്ക് എത്തുമ്പോൾ അതിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. അതാണ് നമ്മൾ ഓരോ യൂട്യൂബേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇഷ്യൂ രേണുസുതി ഇഷ്യൂകളാണ്. അത് വലിച്ചു കീറാനോ, നാം മുമ്പ് പറഞ്ഞ ഒരു വീഡിയോ, രേണുസുതി വിഷയം ഈ അവസ്ഥയിലും നമ്മൾ വലിച്ചു കീറാനൊന്നും വന്നല്ല. പക്ഷെ ഓരോ വിമർശനം, ഓരോ അലിഗേഷൻസ് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ചില മാനദണ്ഡങ്ങൾ അനുസരിച്ച് തെറ്റിദ്ധാരണയെ മാറ്റിയെടുക്കാനുള്ള മാത്രമുള്ള എക്സ്പോസ്ഡായ വീഡിയോസ്. ഇത് രേണുസുതിയുടെ അവസ്ഥ, ഈ അവസ്ഥയിൽ നമ്മൾ പറയരുത് എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ ഇത് വായിൽ കുത്തിക്കയറ്റി മറ്റൊരാളോട് പറയിപ്പിക്കുന്ന പോലുള്ള ഇൻസിഡൻസ് ആണ്. അതായത് വീഡിയോ അവസാനിപ്പിച്ച് രേണുസുതിയെ കുറിച്ചുള്ള ഹിസ്റ്ററിയെ കുറിച്ച് ആലോചിക്കാതിരിക്കുന്ന വ്യക്തികളായി നിൽക്കുന്ന പൊതുസമൂഹമാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ പബ്ലിക്കിൽ ഇട്ടിട്ട് കാര്യമില്ല. പിന്നെ രേണുസുതി ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ചെയ്തതാവട്ടെ, പൈസക്ക് വേണ്ടി ആവട്ടെ, അത് അവരുടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ അവരുടെ ഇഷ്ടം, അവരുടെ ഫ്രീഡം, അങ്ങനെയൊക്കെ പറയാം. ഇപ്പോൾ ചില ലേഡീസൊക്കെ ലെസ്ബിയൻസ് ആവും, ചിലർ അങ്ങനെ പല രീതിയിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ സ്വന്തം മകൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം അച്ഛൻ, അമ്മ, മക്കൾ എന്ന കുടുംബത്തിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നടക്കുമ്പോൾ അതിനെ റിയാക്ട് മനസ്സുകൊണ്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ തെറ്റാണോ ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ രേണുസുതിയുടെ മൂത്ത മകനായ കിച്ചു സുതി, അതായത് അവർ തന്നെയാണ് ഇപ്പോൾ നിലവിൽ അമ്മ. അപ്പൊ ആ അമ്മയുടെ നടപ്പിനെ കുറിച്ചുള്ള ഇഷ്ടക്കേടാണ് മകന്റെ പ്രശ്നം. പക്ഷെ അതിനെക്കുറിച്ച് ജനങ്ങൾ വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് റിയാക്ഷൻ ചെയ്യാൻ പറഞ്ഞു. അമ്മയെ വെറുക്കുന്ന മകനാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ വായിൽ കുത്തിക്കയറ്റി പുറത്തെടുക്കുന്ന ഒരുപാട് ചളികളാണ് ഇതൊക്കെ. ഇത് ജനങ്ങൾ കേൾക്കേണ്ടതുമായ വിഷയമായതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാണ്. അങ്ങനെ വിഷമുള്ള കാര്യമാണ്, നമ്മളെ സങ്കടം കൊണ്ട് വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞു അങ്ങനെ കിച്ചു അവനോട് പോയി പോവാൻ തീരുമാനിച്ചു. വിഷമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എന്റെ കിച്ചു നേരിട്ട് കാര്യം വെച്ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിൽ പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. അയച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എന്റെ സ്വന്തം അമ്മയിലെങ്കിലും എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേന്റെ വില എനിക്ക് എന്താന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, ആ പറഞ്ഞിട്ട് കാര്യമില്ല. കിച്ചു ഇന്നെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ, ഹാറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറെ ആൾക്കാരുണ്ടോ, കുറെ ആൾ ഉറങ്ങി ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ 2ാമത്തെ വയസ്സിൽ എന്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഉള്ള അമ്മ ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്ത് വളർത്തിയെന്ന്
അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ സ്നേഹത്തിന്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കത് തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി. ഞാൻ കോട്ടയം ആണല്ലോ ഇവരുടെ ഈ വീട്. തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാനിപ്പോൾ പറ്റില്ല. ആശുപത്രിയുള്ള രീതിയാണ്. ആശുപത്രി പോയാൽ കാണാൻ പറ്റില്ല. അപ്പോ ഗൈസ്, അപ്പം ഈ രേണു സുധിയും കിച്ചു സുധിയുമാണ് ഇപ്പൊ വിഷയം. സുധി മരിച്ചിട്ട് ഇപ്പൊ 2.5 വർഷത്തേക്ക് ഏകദേശം കഴിഞ്ഞു. എന്നിട്ടും ജനങ്ങൾ ഈ കുടുംബമായുള്ള വഴക്ക്, പ്രശ്നങ്ങൾ, സോഷ്യൽ മീഡിയ അലിഗേഷൻസ് ഇതൊന്നും നിർത്താൻ സമയമായിട്ടില്ല. ഞാൻ പറയുന്നത് ഈ ഒരു അലിഗേഷൻസും ഈ ഒരു കണ്ടന്റും മൊത്തത്തിൽ അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. കാരണം ഇതിനെക്കുറിച്ച് ഇനി മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. ഒരാളെ എങ്ങനെ ജീവിക്കണം, ഒരു ലേഡി എങ്ങനെ ജീവിക്കണ്ട എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അവരുടെ ഫ്രീഡത്തിൽ തലയിടാൻ നമുക്ക് അർഹതയുണ്ടോ? ഇല്ല. അവർ ഇങ്ങനെ ജീവിക്കാൻ തീരുത്തി. അപ്പൊ ലെസ്ബിയൻസ് ആയിട്ട് ജീവിക്കുന്ന കൂട്ടത്തിലാവാം. ഇപ്പൊ സ്ത്രീകൾ പല മേഖലകളിലാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവർ ജീവിതത്തിൽ അർത്ഥം കണ്ടുപിടിക്കുക? എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചിന്തിച്ച് നടക്കുന്ന കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ട്രാൻസ്ജെൻഡർ ഉണ്ട്, അങ്ങനെ പല വിഭാഗക്കാരുള്ള നമ്മുടെ സമൂഹത്ത് ഇതൊന്നും ഒരു ചോദ്യചിഹ്നമായി മാറുന്നില്ല എന്നാണ്. ഇത് വലിയ ചോദ്യചിഹ്നമാണ്. മകന്റെ മുന്നിൽ അമ്മ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിനെ കുറിച്ച് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതായത് പബ്ലിക്കിന്റെ മുന്നിൽ ന്യൂഡ് എന്ന ഒരു വ്യവസ്ഥയിൽ ഇടുന്ന വീഡിയോകളാണ്. ഇതൊക്കെ ഒരു ചിലപ്പോൾ അതൊരു ബിസിനസ് ആയിട്ടും കൊണ്ട് നടക്കുന്നവരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ്, ക്ലിപ്പുകളായും ബ്ലോഗായും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യൂട്യൂബുകളിലായാലും യൂട്യൂബിലല്ലെങ്കിലും പല വീഡിയോസുകളിൽ നമ്മൾ പോൺ വീഡിയോ, മറ്റേ വീഡിയോ, അങ്ങനെയുള്ള വീഡിയോസിലൊക്കെ ഇതുപോലെയുള്ളത് കാണാറുണ്ട്. നമ്മൾ അതൊന്നും കാണണ്ടയോ എന്നൊന്നും പറയാനൊന്നും നമ്മളാളല്ല. പിന്നെ കിച്ചു ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ, സ്വന്തം അമ്മ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് ഗംഭീരമായി പോയി. ഒരു വലിയ റിയാക്ഷൻ, വലിയൊരു റിയാക്ടിങ് ചെയ്യാതെ മൗനമായി നിന്ന് ഇനി ഇടപെടരുത് എന്ന് പറഞ്ഞ രീതിയിലേക്ക് കിച്ചു ആ വീട് വിട്ടുപോയി മാറി നിന്നു. അതാണ് സംഭവിക്കുന്നത്. അതിന് കിച്ചുവിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്ന ചോദ്യത്തിനും അർത്ഥമില്ലാതെ. അനിയനെ സ്നേഹിക്കുന്നുണ്ട്, അമ്മയെ സ്നേഹിക്കുന്നില്ല. അങ്ങനെ പല തിരുത്തലുകളുണ്ടാകും. പിന്നെ രോഗം ഉണ്ടാവുന്നത് അവനവൻ്റെ വിധിയിലാണ്. എനിക്കൊക്കെ ചെറിയ പ്രായത്തിൽ ഫിക്സ് ഉണ്ട്. അത് രോഗം നമ്മുടെ നിർണായകമായൊരു, ഞാനും ഒരു കിച്ചുവിനെ പോലെയുള്ളൊരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അനാഥത്വം അത് മനുഷ്യനെ ഏറ്റവും വലിയ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. കിച്ചുവിന് അതാണ് ഇപ്പോൾ ഉണ്ടാവുക. ഞാൻ കിച്ചുവിൻ്റെ ഭാഗത്ത് നിൽക്കും. കാരണം ഒരു സുധിയുടെ മകൻ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു. ഇപ്പം അവൻ ഒരു ക്രെഡിബിലിറ്റിക്ക് അപ്പം നിന്ന് കഴിഞ്ഞു. അവൻ സ്വന്തം കാലിൽ നിൽക്കാനുള്ള എല്ലാ സംഭവങ്ങളും അവൻ്റെ കൈകളിലുണ്ട്. ഞാനൊക്കെ ഇന്നും ഒന്നും നേടിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എൻ്റെ ഉപ്പ നമ്മുടെ നാട്ടിൽ തന്നെ നല്ലൊരു പേരുകേട്ട ഫാദറാണ്. പക്ഷേ മുസ്ലിമാണ് നമ്മൾ. അപ്പോൾ സഖറിയാണ്. പക്ഷെ ആ വീട്ടുകാർ നമ്മളെ കൂടുതലൊന്നും പരിപാലിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അച്ഛൻ മകൻ ബന്ധം, അമ്മ മകൻ ബന്ധം, ഈ ബന്ധങ്ങളിലൊക്കെ അലിഗേഷൻസ് ഉണ്ടാകുന്നത് അത് ജനനത്തിലൂടെ ഓരോന്നും ഇങ്ങനെയാണ് എന്ന് നമ്മൾക്ക് അത് കാട്ടിത്തരുന്നതാണ്. ഇങ്ങനെയാണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്നത് നമ്മളെ കാട്ടിത്തരുന്ന പോലെയാണ് കിച്ചു സുധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളെ കാണിക്കേണ്ടി വരികയാണ്. അത് നിങ്ങൾക്ക് കാണേണ്ടി വരാത്തൊരു കേസ് കാണിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ നന്നാവാൻ പോകുന്നില്ല. അവർ സ്വയം ചിന്തിച്ച് ഇതിൽ നിന്ന് മാറിയാലേ ഇതിനൊക്കെ വ്യത്യാസമുണ്ടാകും. പിന്നെ നമുക്കിത് കോണ്ടന്റും നമ്മുടെ ബിസിനസ് പരമായുള്ള കാര്യങ്ങൾ മാത്രമല്ലാതെ നമുക്കൊന്നും
ഇതൊന്നും ഇമോഷനായി കൊണ്ട് നടക്കാൻ പറ്റില്ല. നമുക്ക് തന്നെ നിരവധി പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. നമ്മുടെ ജീവിതം ഇതുപോലെ പോകുന്ന സിറ്റുവേഷനാണ്. വളരെ കിച്ചു സുധിയെ പോലുള്ള അവസ്ഥയിലൂടെ പോകുന്ന, മറ്റൊരാളുടെ വ്ളോഗ് എടുത്ത് കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കുന്നെന്ന് പലരും പറയാറുണ്ട്. അവരും ചെയ്യുന്നതും മറ്റുള്ളവരുടെ കണ്ടന്റ് തന്നെയാണ്. ഇപ്പൊ ലക്ഷ്മി നക്ഷത്രമൊക്കെ പറയുന്നത് കേട്ടപ്പോൾ കണ്ടന്റ് ചെയ്യുന്ന എല്ലാവരും വൃത്തികെട്ടവരാണ് എന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെ ഇപ്പൊ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവർ മാത്രമാണോ കണ്ടന്റ് ചെയ്യുന്നത്? നമ്മൾ വീട്ടിൽ എവിടെയെല്ലാം നമ്മൾ കണ്ടന്റ് ഈ സംഭവങ്ങളെല്ലാം നിർമ്മിച്ചത് വെറുതെയാണ്. ഇതൊക്കെ ഒരു ബിസിനസ് മേഖലയല്ലേ, എല്ലാം ഒരു ബിസിനസ്സാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ? ഇമോഷനും ഒരു ബിസിനസ്സാണ് എന്നത് നിങ്ങൾ മറന്നു. ഇമോഷനെയും നിങ്ങൾ ബിസിനസ് ആക്കുന്നില്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? അപ്പോൾ ബിസിനസ് പല രീതിയിലാണ്. അപ്പോൾ റെഡ് സ്ട്രീറ്റ് ബിസിനസ് ഉണ്ട്. അങ്ങനെ ബിസിനസ് എങ്ങനെ ചെയ്യാൻ പറ്റാത്തത്? പക്ഷെ അതിനെക്കുറിച്ച് തല്ല് പിടിക്കരുത്, അതിനെക്കുറിച്ച് അലിഗേഷൻസ് ഉണ്ടാക്കി മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ വരുമാനവും മുട്ടിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആര് നല്ലവരാകാൻ നോക്കിയാലും ഒരാൾ ചീനാലെ മറ്റൊരാൾക്ക് വളമാവൂ എന്നത് പരസ്യമായൊരു അർത്ഥമാണ്, പരസ്യമായൊരു സത്യവും കൂടിയാണ്. അതുകൊണ്ട് ആർക്കും ഒരാൾക്ക് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റില്ല, എല്ലാവർക്കും ജീവിച്ചു പോകണം. അതാണ് പരമമായ സത്യം. അപ്പൊ കിച്ചു സുധിയിൽ നിന്ന് തന്നെ ഇതിങ്ങനെ അണ്ണാക്കി കിട്ടിയതുപോലെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടവർക്ക് കിട്ടിയെങ്കിൽ അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. തെറ്റുകൾക്ക് പല മുഖങ്ങളാണ്. അതൊക്കെ നല്ലതിന് വേണ്ടിയൊന്നും നമ്മൾ ഒരിക്കലും അതൊക്കെ നാളെ നമ്മൾ മണ്ണടഞ്ഞ് കഴിഞ്ഞ് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചാണ് നമ്മൾ ഇപ്പം പറയുന്നത്. അത് മണ്ണടിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന തെറ്റും കുറ്റങ്ങൾക്കും അവിടെ ശിക്ഷയുണ്ട്. ഇവിടെ ചെയ്യുന്ന ഓരോ തെറ്റിനും നമ്മൾ മണ്ണായി പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വരായികൾ ഉണ്ടോ ഇല്ലയോ എന്ന് അവിടെ തിരഞ്ഞെടുക്കപ്പെടും. നമ്മളിവിടെ ഒരു വിഷയമാക്കുന്നതേ ഉള്ളൂ. ഇതിൽ നമുക്ക് ഇമോഷൻസിന് പ്രാധാന്യമില്ല. ബിസിനസ് എന്ന് പറഞ്ഞ ഒരു മേഖലയിൽ ഇമോഷൻസ് ഇല്ല എന്നത് നമുക്ക് ബെറ്ററായിട്ട് അറിയാം. അപ്പോൾ അതാണ്. അപ്പോൾ ഇതൊരു ക്രിയേറ്ററുടെ മാനസിക പ്രശ്നമാണ്. ഇപ്പം കിച്ചു സുധിയൊക്കെ പെട്ടെന്നാണ് ഒരു ഷോപ്പൊക്കെ തുടങ്ങി, പെട്ടെന്നാണ് അവൻ ജീവിതത്തിലേക്ക് പച്ച കയറി പിടിച്ചത്. നമ്മൾ അതുപോലും ആയിട്ടില്ല. ഒരു ഉപ്പ മരിച്ചിട്ട് 6-ാം വയസ്സിൽ മരണപ്പെട്ടതാണ്. ഇതുവരെ ആരും ഒന്നും തന്നിട്ടുമില്ല, തന്നത് കിട്ടിയിട്ടുമില്ല. ഇൻഷുറൻസ് തുക പോലും കൈകളിൽ കിട്ടാത്തവനാണ്. കാരണം എന്തുകൊണ്ട്? ഇതാണ് മനുഷ്യനോടുള്ള മനോഭാവം. സ്വന്തം അവകാശത്തിലെ ഒരു മണ്ണ് തുടി പോലും മറ്റൊരാൾക്ക് കൊടുക്കരുത് എന്ന ചിന്തയിൽ ജീവിക്കുന്ന ഒരു വർഗമാണ് കേരള സമൂഹം. മറ്റൊരാളത് കൈകളിൽ നിന്ന് എങ്ങനെയെങ്കിലും തട്ടിപ്പറിക്കണമെന്നല്ലാതെ, അതിൽ നിന്ന് മോശമായ ഒരു അനുഭവം അവന് കൊടുക്കണമെന്നല്ലാതെ, അവനെ റിവെഞ്ച് ചെയ്യണമെന്നല്ലാതെ, അവരിൽ നിന്നൊന്നും അവർക്ക് എന്തെങ്കിലും കൊടുത്ത് നേടിക്കൊടുക്കാമെന്നുള്ള ആശങ്കയൊന്നുമില്ല. അപ്പൊ കിച്ചു സുധി എങ്ങനെയും അവരുടെ ചങ്ങായിമാർ അവനെ കൂടെ പിടിക്കുന്നെങ്കിൽ അത് നല്ലതല്ലേ? നമുക്കൊന്നും അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഇല്ലെന്നേ. അപ്പോൾ ഫ്രണ്ട്സ് നല്ലവരാണെങ്കിൽ അവർ കൂടെ കൂടിക്കോട്ടെ. പക്ഷേ കഞ്ചാവും ഡ്രഗ്സും ഇങ്ങനെയുള്ള മേഖലയിൽ ജീവിക്കാതെ തൊപ്പി കൂട്ടരെ പോലെ ആ രീതിയിലേക്ക് ഫ്രണ്ട്ഷിപ്പ് വേണമെന്നില്ല. ഗാങ് വാറൊക്കെ ഉണ്ടാക്കി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടായ്മയിൽ കൂടേണ്ട ആവശ്യമില്ല. പക്ഷെ നല്ലൊരു അടിപൊളി ലൈഫാണെങ്കിൽ അത് നമ്മളെന്നും അവൻ്റെ ജീവിതം പോലെ ആയിക്കോട്ടെ. ഇനി ഈ വിഷയം നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. ഇതിൻ്റെ അവസാനത്തെ കണ്ടന്റാണെന്ന് തോന്നുന്നു രേണു കിച്ചു സുധിയുടെ കണ്ടന്റ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇതും കൂടി ചെയ്ത് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തേക്കാമെന്ന് കാരണം ഇതിൽ ഇനി വിഷയമൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സർവ്വസാഹമാണ്. പക്ഷേ ഹ്യൂമൻ്റെ കാര്യങ്ങളാവുമ്പോൾ നമുക്കത് നമ്മളെ അടിച്ചാക്ഷേപിക്കുക എന്ന് പറയുന്നതിൽ യാതൊരു പരമാർത്ഥവും ഇല്ല. അത് നമുക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പം ചിലർ ഇങ്ങനെയും ജീവിക്കുന്നുണ്ട്. അവരങ്ങനെ ജീവിച്ചോട്ടെ എന്ന് നമ്മൾ പറയുന്നില്ല, അങ്ങനെ ജീവിക്കണോ എന്ന ചോദ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ മറ്റൊരു വഴികളും തേടിക്കൂടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സായനം.